ശ്രീമുഖി സമ്പ്രദായം 1-ാം അധ്യായം 4-ാം ബ്രാഹ്മണം ഭാഷ്യം. അത്രതു പരമാത്മലോകം അഗ്നു ബ്രാഹ്മണേ ചൈച്ഛന്തി തദസത് അവിദ്യാധികാരി കർമാധികാരാർത്ഥം വർണ്ണവിഭാഗസ്യ പ്രത്യുതത്വ ആരോപേണ ച വിശേഷണ യദി യത്ര ലോകശബ്ദേന പരേവ ആത്മാ ഉച്യേത പരേണ വിശേഷണമനർത്ഥകസ്യ സംലോകം അധിഷ്ഠേതി സ്വലോകവ്യതിരിക്ത അധീനതയാ പ്രാർത്ഥ്യമാന പ്രകൃതലോകസ്തദസ്വമിതിയുക്തം വിശേഷണം പ്രകൃത പരലോക നിവൃത്യർത്ഥത്വ സ്വത്വേന ച അവ്യഭിചാര പരമാത്മലോകസ്യ അവിദ്യാകൃതാനാം ച സ്വത്വ വ്യഭിചാര ബ്രവീതി ച കർമ്മകൃതാനാം വ്യഭിചാരം ക്ഷിയതേ ഏവ ഇതി ബ്രഹ്മണ സൃഷ്ട വർണ്ണാഃ കർമാർത്ഥം തച്ഛകർമ്മ ധർമാഖ്യം സർവേനൈവ കർത്തവ്യതയാ നിയന്ത്രപുരുഷാർത്ഥ സാധനം ച തസ്മാത് തേനൈവ ചേത് കർമ്മണ സ്വലോകഃ പരമാത്മാഖ്യോ അവിദിതോ അഭിപ്രാപ്യതേ കിം തസ്യൈവ പതനീയത്വേന ക്രിയതേ ഇത്യതഃ യഃ കശ്ചിത് വാ അസ്മാത് സാംസാരിക പിണ്ഡഗ്രഹണലക്ഷണാം അവിദ്യാ കാമ കർമ്മഹേതുക അഗ്നിഅധീന കർമാഭിമാനതയാവ ബ്രാഹ്മണ ജാതിമാത്ര കർമാഭിമാനതയാവ ആഗന്തുക അസ്വരൂപഭൂത ലോകം ആത്മാഖ്യം ആത്മത്വേന വിവിചാരിത്വാ ദൃഷ്ട്വാ അഹം ബ്രഹ്മാസ്മീതി പ്രേരിമീതേ സയദ്യപി സ്വലോകോ അവിദിതോ അവിദ്യയാ വിഹിതോ അസ്വൈവ അജ്ഞാത ഏനം സംഖ്യാപൂർണിവ ലൗകിക ആത്മാനം ന ഭുനക്തി ന പാരയതി ശോകമോഹഭയാദിദോഷാപനയനേന യഥാ ച ലോകേ വേദോ അനനുക്തോ അനതീതഃ കർമാദി അവബോധകത്വേന ന ഭുനക്തി അന്യദ്വാ ലൗകികം കർഷ്യാദി കർമാകൃതം
സ്വാത്മന അനാഭിവ്യഞ്ജിതം ആത്മീയ ഫലപ്രദാനേന ഭുനക്തി ഏവം ആത്മാ സ്വലോക സ്വനൈവ നിത്യാത്മസ്വരൂപേണ അനഭിവ്യഞ്ജിതോ അവിദ്യാദി പ്രഹാണേന ന ഭുനക്തിവ. അഥയോഹ വാ അസ്മാൻ ലോക സംലോകം അദൃഷ്ട പ്രീതി സയേവനം അവിദിതോ ന ഭുനക്തി യഥാ വേദോ വാ അനനുക്തോ ഹന്യേദ്വാ കർമാകൃതമേധിഹ വാ അപ്യേനൈവം യത് മഹത് പുണ്യം കർമ്മ കരോതി തദ് അന്തത ക്ഷീയതേ ഏവ ആത്മാനമേവ ലോകമുപാസീത. ആ ഭാഗമാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. ഇവിടെ ഇനി വരുന്ന അധ്യായ സമാപ്തി വരെയുള്ള ഭാഗങ്ങൾ ഒന്നുകിൽ ഉപാസനകളെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഉപാസനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പറയുന്നു. അവിടെ സൃഷ്ടിയെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും വർണ്ണത്തെക്കുറിച്ചും എല്ലാം പറയുന്നത് ഉപാസനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആണ് കർമ്മ അധികാരാർത്ഥം വർണ്ണവിഭാഗസ്യ പ്രസ്ഥിതത്വ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് മുമ്പ് ഉള്ള വ്യാഖ്യാതാക്കളെല്ലാം വ്യാഖ്യാനിച്ചത് എന്തോ പരമാർത്ഥ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ ഈ ചർച്ചകൾ ഒരു പരമാർത്ഥ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച എന്നുള്ള രീതി വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു. എന്ന് പറയുന്ന ഭർത്തൃപ്രപഞ്ച വ്യാഖ്യാനം, ഭർത്തൃപ്രപഞ്ചം മുമ്പ് വ്യാഖ്യാനിച്ചതാണ്. അപ്പൊ ആത്മതത്വത്തെ ഒഴികെ ബാക്കി വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അദ്വൈത ദൃഷ്ടിയിൽ പറയുമ്പോൾ അത് പരമാർത്ഥ വിഷയത്തെക്കുറിച്ചല്ല, വ്യവഹാരത്തെ സംബന്ധിച്ചാണ്. അത് ജീവവ്യവഹാരം. പക്ഷെ ജീവവ്യവഹാരത്തെ സംബന്ധിച്ച് ഒരിക്കലും ഒരു നിശ്ചിതമായിട്ട് ഇന്നതൊന്നും ആർക്കും പറയാനോ നിർണ്ണയിക്കാനോ സാധ്യമല്ല. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം അങ്ങനെ കാണണമെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അവിദ്യാധികാരത്തിൽ വരുന്ന കാര്യം. ഇവിടെ വിദ്യക്ക് എന്താ കാര്യം? നമ്മളിത് കേൾക്കുമ്പോഴും ചിന്തിക്കുന്ന ഇതാണ്, തത്വജ്ഞാനിയായ ഒരാൾ എന്തിന് ഇങ്ങനെ പറഞ്ഞു? നമുക്ക് തോന്നുന്ന തത്വജ്ഞാനത്തിന് വിരുദ്ധമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് തത്വജ്ഞാനമല്ല, പറയും അവിദ്യാധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അവിദ്യാധികാരത്തിൽപ്പെട്ട കാര്യങ്ങളിൽ അവിദ്യ കാര്യമാണെങ്കിൽ അത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അവിടെ നമുക്ക് രുചിക്കുന്നത് രുചിക്കാത്തതെല്ലാം വരും. അത് ആ ജീവന്മാരുടെ സംസ്കാരവും ആ സംസ്കാരത്തിനനുസരിച്ചുള്ള സ്വഭാവവും അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നു. ഇവിടെ ആചാര്യൻ ഒരഭിപ്രായം പറയുന്നു, ശിഷ്യന്മാർ വേറൊരു അഭിപ്രായം പറയുന്നു. ഇതെല്ലാമുള്ള ഒറ്റ സമാധാനം. ഇത് അവിദ്യാധികാരമാണ്. അവിദ്യയെ അല്ലെങ്കിൽ അജ്ഞാനത്തെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളാണ്. അജ്ഞാനം തന്നെ ഏറ്റവും വലിയ പോരായ്മയാണ്. ആ അജ്ഞാനത്തെ ആസ്പദമാക്കി കിടക്കുന്ന ചർച്ചകളിലൊന്നും ഒരിക്കലും പൂർണ്ണത വരത്തില്ല. അതിലപൂർണത വരും. അത് വ്യക്തിയുടെ സംസ്കാരം, കാലദേശങ്ങളുടെ സ്വാധീനം, അതനുസരിച്ച് അതിൽ അപൂർണത വരും.
അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. എന്താണ് ഇത്രയും വലിയ അദ്വൈതം പറയുന്ന ആള് തന്നെ ഒരു നീതിക്ക് നിരക്കാത്ത കാര്യങ്ങളും പറയുന്നു. ഇതെങ്ങനെ പൊരുത്തപ്പെടും? അതുകൊണ്ട് അതങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മുടെ മുൻവിധിയാണ്, അങ്ങനെ വരാൻ പാടില്ല. ഭാഷ്യകാരൻ പറയുന്നു അവിദ്യാധികാരത്തിൽ എന്ത് സംഭവിക്കാം? അവിദ്യയെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് വാർത്തകാരനും പറയുന്നു. രാഗാദയോ സന്ത് കാമം. തത്വജ്ഞാനിയായാലും ശരി, വ്യാവഹാരികമായ വിഷയങ്ങളിൽ, ലോകവ്യവഹാരത്തിന് എന്നുവെച്ചാൽ ശരീര വാക് മനഃപ്രവൃത്തികളിൽ അത് അവിദ്യയ്ക്ക് അധീനമായ കാര്യങ്ങളാണ്. അവിടെ നമ്മളൊരിക്കലും പൂർണ്ണത പ്രതീക്ഷിക്കാൻ പാടില്ല. അതാണ് അവിടെ രാഗാദികളും വരാം, അതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നു. സന്തു കാമം എന്ന് വെച്ചാൽ അത് ഇന്നതേ വരാൻ പാടുള്ളൂ, ഇന്നത് വരാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ തകരാറ് വരുന്നത് ജ്ഞാനി, ജ്ഞാനം എന്നുള്ളതിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ വരുന്ന തകരാറുകളാണ്. ഭഗവാൻ പറയുന്നില്ലേ, നിഗ്രഹത്തിൻ പരിഷ്യത്തെ, ഈ പ്രകൃതി അതിനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല ഇത്. പ്രകൃതിയുടെ നിഗ്രഹം എന്ന് പറയുന്നത് സ്വയം സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടത് ജീവന്റെ അധീനത്തിലുള്ളതല്ല. ജീവന്റെ അധീനത്തിലുള്ള കാര്യമേ അവന് ഇല്ലാതാക്കാൻ കഴിയും. പ്രകൃതി ജീവന്റെ അധീനത്തിലല്ല, പ്രകൃതിയെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ അധീനത്തിലാണ്. അപ്പോൾ ആ പ്രകൃതിക്ക് അധീനമായ വിഷയങ്ങളെല്ലാം അതിന്റെ നിയമം അനുസരിച്ചേ പോകത്തുള്ളൂ. അതിനാണ് അവിദ്യാധികാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരിക്കലും കൂട്ടിക്കൊഴിക്കാൻ പാടില്ല. അപ്പൊ അവിദ്യാധികാരത്തിൽ നമ്മൾ തത്വജ്ഞാനത്തിന്റെ മഹത്വമൊന്നും പ്രതീക്ഷിക്കരുത്. തത്വജ്ഞാനത്തിന്റെ മഹത്വം എന്താണ്? അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, അത്ര മാത്രം. ഇതിനാവർത്തിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം അതാണ്. പക്ഷെ തലയ്ക്കകത്ത് കയറത്തില്ല. ജ്ഞാനത്തിന് മറ്റൊന്നിനും കഴിവില്ല. ജ്ഞാനം ഏറ്റവും വലിയ മഹത്വമുള്ളതാണ്, അതേസമയം അത് ഏറ്റവും ദുർബലവുമാണ്. കർമ്മത്തിന്റെ ക്രിയയുടെ സ്വഭാവമല്ല ജ്ഞാനത്തിന്. ക്രിയ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ജ്ഞാനത്തിന് ചെയ്യാൻ കഴിയത്തില്ല. അജ്ഞാനം അത് തുച്ഛമാണ്, ഇല്ലാത്തതാണ്. അജ്ഞാനത്തിന് ഒരിടത്തും അത് ഉള്ള ഒന്നായിട്ട് പറയുന്നില്ല, അതില്ലാത്തതാണ്. ഇല്ലാത്തതിനെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ജ്ഞാനം. അപ്പം ജ്ഞാനം അതിനേക്കാൾ തുച്ഛമായ കാര്യമാണ്. പക്ഷേ ക്രിയ അങ്ങനെയല്ല. ക്രിയ ഈ അവിദ്യാധികാരത്തിൽ പ്രവർത്തിക്കുന്നു. ക്രിയയ്ക്ക് പല മാറ്റങ്ങളും വരുത്താൻ പറ്റും. ക്രിയ വരുത്തുന്ന മാറ്റങ്ങളൊന്നും ജ്ഞാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. തത്വജ്ഞാനി അങ്ങനെയാകാമോ, ഇങ്ങനെയാകാമോ, അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. തത്വജ്ഞാനം കൊണ്ടൊന്നും ആകാനുള്ളതല്ല, എന്തെങ്കിലും ആക്കി തീർക്കുന്നതല്ല. അടുത്തത് വരുമ്പോൾ മനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഈ മനസ്സ് അതിന്റെ സ്വഭാവം തന്നെ എന്താണ്?
അത് കാമം, ക്രോധം തുടങ്ങിയ സർവപരിണാമങ്ങളോടും കൂടിയാണ്. ഒരു വസ്തുവിനൊരിക്കലും അതിന്റെ സ്വഭാവത്തെ വെടിയാൻ ഒക്കത്തില്ല ഒരു കാരണവശാൽ. എന്നാൽ പിന്നെ വസ്തുവില്ല. മനസ്സ് ഇതിനും കൂടെ കൂടിച്ചേർന്നതാണ്. കാമക്രോധാദികളെല്ലാം കൂടിച്ചേർന്നതാണ്. അതിന്റെ സ്വഭാവത്തെ മനസ്സിന് വെടിഞ്ഞാൽ പിന്നെ സ്വഭാവം ആ മനസ്സേ ഇല്ല. എന്തുകൊണ്ടത് ഇവിടെ പറയുന്ന അവിദ്യാധികാരത്തിലുള്ളതാണ്. അപ്പോൾ ആ തത്വജ്ഞാനം കൊണ്ട് മനസ്സിന് മാറ്റം വരിക സംഭവിക്കുന്ന കാര്യമില്ല. നമ്മളങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നു. തത്വജ്ഞാനം മനസ്സിന് മാറ്റിയത്. തത്വജ്ഞാനം എന്തുകൊണ്ട് മനസ്സിന് മാറ്റുന്നില്ല? കാരണം മനസ്സിലെന്തെങ്കിലും മാറ്റം വരുത്തുന്നെങ്കിൽ മനസ്സ് ഭൗതികമാണ്, അത് പരിണാമിയാണ്. മനസ്സിന് മാറ്റം വരുത്തണമെങ്കിൽ അതിൻ്റെതായ ക്രിയ വേണം. ഭൗതികമായ വസ്തുക്കളിൽ ഭൗതികമായ മാറ്റങ്ങളെ വരുത്താൻ പറ്റും. അതിന് ഭാഷ്യകാരൻ ഉദാഹരണം പറയും. അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു വസ്തു, അത് ക്രിയ കൊണ്ട് മാറ്റം. തുടക്കത്തിൽ ഉപനിഷത്ത് ചർച്ച ചെയ്തതോടെ വന്നിട്ടുണ്ട്. അവിടെ ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? ചന്ദനം തുടങ്ങിയ വസ്തുക്കൾ വെള്ളത്തിൽ കിടന്ന് അഴുകിക്കഴിഞ്ഞാൽ അത് ദുർഗന്ധം വരും. ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ദുർഗന്ധത്തെ നമുക്ക് തേച്ച് കഴുകാൻ മാറ്റാം. മനസ്സിനെ ശുദ്ധമാക്കുന്നത്, കാരണം മനസ്സിലെ ശുദ്ധിയും അശുദ്ധിയും രണ്ടും മനസ്സിന്റെ പരിണാമമാണ്. ആണ് ഇതിന്റെ അടിസ്ഥാനമായ തത്വം. മനസ്സ് ത്രിഗുണമയമാണ്, സത്വരജസ്തമ ഗുണമാണ്. അത് സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സാത്വിക രാജസ താമസ പരിണാമങ്ങൾ മനസ്സിൽ തന്നെ സംഭവിക്കുന്നതാണ്. അതാണ് മനസ്സിന്റെ ശുദ്ധി. സാത്വിക പരിണാമം വർദ്ധിച്ചാൽ പറയും അത് ശുദ്ധമായി. രാജസ താമസ പരിണാമങ്ങളിൽ പറയും അശുദ്ധമായി. അപ്പോൾ മനസ്സിന്റെ എല്ലാ പരിണാമങ്ങളും അത് മനസ്സിനെ തന്നെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ മനസ്സിനെ ആശ്രയിക്കുന്ന കർണങ്ങളെ ആശ്രയിച്ചിട്ടാണ്, അല്ലെങ്കിൽ മനസ്സിനെ ഉപാധിയായിരിക്കുന്ന ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. അത് ആകെ മൊത്തത്തിൽ പറയും എന്താണോ അത് മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്ന കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് കർമ്മം കൊണ്ട് ചിത്തശുദ്ധി എന്ന് പറയുന്നു. കർമ്മം കർമ്മത്തിനോട് യോജിക്കും എന്ന് പറയുന്നതാണ്. ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ആത്യന്തികമായി സംഭവിക്കുന്നത്? മനസ്സിനെ പരിണമിപ്പിക്കുന്നു. അവിടെ പറയുന്ന ധീ ബുദ്ധി എന്ന് പറയുന്നു മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. മനസ്സിന്റെ ഒരു പരിണാമമാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഇതെല്ലാം അവിദ്യാധികാരത്തിൽ കർമാധികാരത്തിൽ വരുന്ന കാര്യങ്ങൾ. കർമ്മത്തിന്റെ തലത്തിൽ അവിദ്യയുടെ തലത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അവിടെ അതിന് തത്വജ്ഞാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തത്വജ്ഞാനമായിട്ട് അതിനുള്ള ബന്ധം എന്താണുണ്ടെന്ന് പറഞ്ഞാൽ ആ മനസ്സിന്റെ സാത്വികമായ പരിണാമം അനുസരിച്ച് ആ തത്വജ്ഞാനം ഉണ്ടാക്കുന്നതല്ല, അത് കർമ്മം ഉണ്ടാക്കുന്നു. ആ പരിണാമം അനുസരിച്ച് തത്വജ്ഞാനം പ്രകാശിക്കുന്നു. തത്വജ്ഞാനം പ്രകാശിക്കുന്നതിന് ആ മനസ്സ് സഹായിക്കുന്നു എന്ന് പറയും. അത് പറയുന്നുണ്ട്. മനസ്സിന്റെ ശുദ്ധി അനുസരിച്ച് എന്ന് പറയുന്നത് ശുദ്ധമായ പ്രതലം, അശുദ്ധമായ പ്രതലം. ശുദ്ധമായ പ്രതലത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്നു,
അശുദ്ധമായ പ്രതലത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ തത്വജ്ഞാനം പ്രകാശിക്കുന്നതിനുള്ള കേവലം ഒരു ഉപാധി മാത്രമാണ് മനസ്സ്. മറിച്ച് തത്വജ്ഞാനത്തിന് മനസ്സിനെ മാറ്റാൻ പറ്റത്തില്ല. മനസ്സിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ക്രിയ കൊണ്ട് സംഭവിക്കണം. അത് ഒന്നുകിൽ കർമ്മം കൊണ്ടോ അല്ലെങ്കിൽ ഉപാസന കൊണ്ടോ. തത്വജ്ഞാനം കൊണ്ടല്ല, ഉപാസന കൊണ്ട് മാറ്റം സംഭവിക്കും. മനസ്സിന്റെ ഏകാഗ്രതയും മറ്റും ആ ഗുണങ്ങളല്ല, എല്ലാം മനസ്സിന്റെ ഗുണങ്ങളാണ്, മനസ്സിന്റെ ധർമ്മങ്ങളാണ്. അതെല്ലാം മനസ്സിന് ഈ ഗുണങ്ങളെല്ലാം വരുന്നത് കർമ്മം കൊണ്ടും ഉപാസന കൊണ്ടുമാണ്. അപ്പോൾ അവിടെ മുഖ്യമായി അത് എല്ലാം എങ്ങനെയാണ് മനസ്സിന് വ്യത്യാസം വരുത്തുന്നത്, മനസ്സിന് ശുദ്ധിയെ വരുത്തുന്നത്? അത് സംസ്കാരം എന്ന് പറയും. മനസ്സിന്റെ സംസ്കാര രൂപത്തിലുള്ള പരിണാമം. ഈ അറിവ് എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ സംസ്കാര രൂപത്തിലുള്ള പരിണാമത്തിന്റെ സ്വാധീനം കൊണ്ട് വരും. ഏത് സംസ്കാരമാണ് അതനുസരിച്ച് അറിവ് വരും. തത്വജ്ഞാനമല്ല, ബാക്കിയുള്ളതല്ല. സ്വരൂപജ്ഞാനമല്ല, ബാക്കിയുള്ളതല്ല. അതുകൊണ്ടാണ് അതിനെ മനസ്സിന്റെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ബുദ്ധി എന്ന് പറയുന്നത്. തന്നിൽ എന്ത് സംസ്കാരം ഇരിക്കുന്നോ അതിനനുസരിച്ചുള്ള അറിവ് വരും. അതിന് ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ എന്നുള്ള ഭേദമൊന്നുമില്ല. ആരായാലും ശരി, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് തത്വജ്ഞാനം. മറ്റ് ഉണ്ടാകുന്ന ജ്ഞാനം അന്ധകരണ പരിണാമ രൂപത്തിലുള്ള ബാക്കിയുള്ള ജ്ഞാനം അത് കേവലം ആ സംസ്കാരത്തെ ആശ്രയിച്ചുണ്ടാക്കുന്നതാണ്. അത് ജ്ഞാനിയിലും അജ്ഞാനിയിലും ഒരുപോലെയാണ്. ഏത് സംസ്കാരമാണോ അതിനനുസരിച്ചുള്ള ജ്ഞാനം, അതിനനുസരിച്ചുള്ള പ്രവൃത്തി. അത് സാത്വികമോ രാജസമോ താമസമോ ഏതുമാകാം. അതിനനുസരിച്ചായിരിക്കും വാക്കും ചിന്തയും പ്രവൃത്തിയെല്ലാം തത്വജ്ഞാനിനായാലും. എന്തുകൊണ്ടതെല്ലാം അവിദ്യാധികാരം കർമാധികാരത്തിൽ വരുന്ന കാര്യങ്ങളായിട്ടാണ് ഭാഷ്യകാരൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താ തത്വജ്ഞാനത്തിനെന്തായിരുന്നു പ്രത്യേകത? തത്വജ്ഞാനവും ഇതേ അന്ധകരണത്തെ ആശ്രയിച്ച് തന്നെ പ്രവർത്തിക്കുന്നത്. പക്ഷെ തത്വജ്ഞാനം അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നു. മറ്റ് ജ്ഞാനത്തിനുള്ള ശേഷിയില്ല. സംസ്കാരത്തെ ആശ്രയിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനങ്ങളെല്ലാം എന്ത് പറയും? അതെല്ലാം വിഷയജ്ഞാനം. അപ്പൊ വിഷയജ്ഞാനം ആ സംസ്കാരം അനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ എന്താണ് സാത്വിക രാജസ താമസ ഭാവങ്ങൾക്കനുസരിച്ച് അവിടെ ജ്ഞാനവും അജ്ഞാനവും ഉണ്ടായിരിക്കും. അത് ജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി. അപ്പൊ ജ്ഞാനിയിലും അജ്ഞാനം ഉണ്ടാവും. എന്തുകൊണ്ട്? അന്ധകരണത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. അത് ത്രിഗുണാത്മകയാണ്. അതിന്റെ സംസ്കാരവും അങ്ങനെയായിരിക്കും. അത് സത്വം രജസ് തമസ് ഈ ഭാവങ്ങളെ വിടാൻ പറ്റത്തില്ല. ഏറ്റക്കുറച്ചിൽ വരും. മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഗീതയിൽ. സത്വത്തിന്റെ ആധിക്യം വരും, പക്ഷെ രജസ് തമസ് പൂർണ്ണമായും വിടത്തില്ല. വിട്ടാൽ പിന്നെ മനസ്സില്ല. പറഞ്ഞല്ലോ, വസ്തുവിന് അതിന്റെ സ്വഭാവത്തെ വിടാൻ കഴിയത്തില്ല. ആ സത്വത്തിന്റെ ആധിക്യത്തിൽ ആണ് ചിത്തശുദ്ധി ഉപാസന എല്ലാം കൊണ്ട് അതിന്റെ ആധിക്യത്തിൽ ആ മനസ്സ് ആത്മബോധത്തിന് ഉപാധിയാകുന്നു. പക്ഷെ അതേ മനസ്സിൽ തന്നെ ഇരിപ്പുണ്ട് രാജസ താമസങ്ങൾ. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ തത്വജ്ഞാനം ഉണ്ടാകും? അപ്പോൾ എത്ര കാലം ആ രാജസ താമസങ്ങൾ തത്വജ്ഞാന ഉത്പത്തിക്ക് വിഘ്ന രൂപത്തിൽ നിൽക്കുമോ അതുവരെ അതുണ്ടാവത്തില്ല.
രാജസ താമസ ഭാവങ്ങൾ ആ ദൃഢമായ അതിന്റെ അവസ്ഥ വിട്ട് മധ്യമം, മൃദു, മന്ദം, ഇങ്ങനെയൊക്കെ യോഗശാസ്ത്രത്തിൽ പറയും, മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ അത്തരം അവസ്ഥകളിലേക്ക് വരുമ്പോൾ തത്വജ്ഞാനത്തിന് പിന്നെ തടസ്സമുണ്ട്. പക്ഷെ അവിടെ എന്തുണ്ട്? ഈ രാജസ താമസ ഭാവങ്ങളെ ആശ്രയിച്ചുള്ള സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരത്തെക്കുറിച്ചുള്ള ജ്ഞാനാജ്ഞാനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഈ മനസ്സ് അല്ലെങ്കിൽ അന്ധകരണം എന്നുള്ള ഒരു ഉപാധിയിലൂടെ ഒരാൾക്ക് സർവജ്ഞനാകാൻ കഴിയില്ല എന്ന് പറയും. സർവജ്ഞത്വം അത് സംഭവിക്കത്തില്ല. അതുള്ളിടത്ത് അത് സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് ജീവനൊരിക്കലും സർവജ്ഞനാകാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. കാരണം അവിടെ ആത്മജ്ഞാനം നിലനിൽക്കുമ്പോൾ തന്നെ വിഷയജ്ഞാനമുണ്ട്, മനസ്സയക്കുന്നുണ്ട്. വിഷയജ്ഞാനം എന്ന് പറയുന്നത് ദ്വന്ദ്വാത്മകമാണ്. ദ്വന്ദ്വാത്മകമായതുകൊണ്ട് അവിടെ ജ്ഞാനവും അജ്ഞാനവും രണ്ടും കാണും. ഒന്നിന് മാത്രം അവിടെ പ്രകാശിക്കാൻ പറ്റത്തില്ല. എന്താ തത്വജ്ഞാനിക്ക് ലോകത്തുള്ള സർവ്വ വിഷയങ്ങളെയും കുറിച്ച് ജ്ഞാനം ഉണ്ടാവും? ഒരിക്കലും അത് സംഭവിക്കത്തില്ല. ചില ജീവന്മാരിൽ ചില സിദ്ധിവിശേഷങ്ങൾ കൊണ്ട് ഉണ്ടായെന്ന് വരാം. അതും പരിമിതമായിട്ട്. കാരണം ഏത് ജ്ഞാനം ഉണ്ടായാലും ഈ സാത്വിക രാജസ താമസ രൂപത്തിലുള്ള മനസ്സിനെ ആശ്രയിച്ചല്ലേ പറ്റും. തിരിയും എണ്ണയൊന്നുമില്ലാതെ ദീപം പ്രകാശിക്കത്തില്ലല്ലോ. അപ്പോൾ ജ്ഞാനപ്രകാശത്തിന് ഈ ഉപാധി ആശ്രയിച്ചേ പറ്റൂ. അപ്പോൾ ആ ഉപാധിയുടേതായ ദോഷങ്ങൾ ആ ജ്ഞാനത്തിലും വരും. അത് ഏതുവരെ? ശരീരപാദം വരെ. ശരീരം നശിക്കുന്നത് വരെ ഈ ഉപാധികൾ ഇങ്ങനെ നിലനിൽക്കും. ഈ ഉപാധിയിലൂടെ ജ്ഞാനാജ്ഞാനങ്ങൾ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഇതിനെ മാറ്റാൻ തത്വജ്ഞാനത്തിന് കഴിയത്തില്ല. അതാണ് പറയുന്നത്. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? കർമ്മം വേണം. കർമ്മം അവിടെ പരമാവധി പ്രവർത്തിച്ചു കഴിഞ്ഞു. കർമ്മത്തിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് അന്ധകരണത്തിന് ശുദ്ധി വന്നത്. അപ്പോൾ ജ്ഞാനത്തിന് വേണ്ട തടസ്സങ്ങളെല്ലാം മാറ്റി അവിടെ ജ്ഞാനം പ്രകാശിച്ചു. ജ്ഞാനത്തിന് ഇതിനെ മാറ്റുന്നതുണ്ട്. നമ്മൾ ധരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ അതാണ്. ജ്ഞാനം എല്ലാത്തിനെയും മാറ്റിമറിക്കും. അത് എത്ര വ്യക്തമായി ഉദാഹരണ സഹിതം വിശദീകരിച്ചാലും വീണ്ടും അതിനെക്കുറിച്ചുള്ള സംശയം പോകത്തില്ല. ജ്ഞാനത്തിന് അങ്ങനെ ഒരു ശേഷിയില്ല. അപ്പൊ തത്വജ്ഞാനി അങ്ങനെ ആയിരിക്കണ്ടേ, ഇങ്ങനെ ആയിരിക്കണ്ടേ, അവിടെ രാഗദ്വേഷങ്ങൾ വരാൻ പാടുണ്ടോ? അങ്ങനെ ചോദിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. എന്തുകൊണ്ട്? തത്വജ്ഞാനത്തിന്റെ തലം വേറെ, രാഗദ്വേഷങ്ങളുടെ തലം വേറെ. തത്വജ്ഞാനത്തിന് രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവില്ല. രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ അത് മനഃശുദ്ധിയിലൂടെ സാധിക്കണം. അതിന് സഹായിക്കും ബുദ്ധി അല്ലെങ്കിൽ വിവേകം. അത് സാധാരണ പറയാറുണ്ടല്ലോ, വിവേകം കൊണ്ട് അവനവന്റെ വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറയും. അതെല്ലാം അന്ധകരണത്തിന്റെ ഭാഗമാണ്. അന്ധകരണത്തിന്റെ സാത്വികമായ പരിണാമത്തിന്റെ ഭാഗമാണ് ആ വിവേകവും മറ്റും. അതെല്ലാം ചിത്തശുദ്ധിക്ക് സഹായിക്കുന്ന കാരണം ഇതാണ്. ഇവിടെ പറഞ്ഞല്ലോ മുമ്പ്, ഇത് വർണ്ണങ്ങളെല്ലാം സൃഷ്ടിച്ചു, ധർമ്മത്തെ സൃഷ്ടിച്ചു, സത്യത്തെ സൃഷ്ടിച്ചു. ആ ധർമ്മജ്ഞാനം, സത്യജ്ഞാനം, ഇതിനൊക്കെയാണ് വിവേകം എന്ന് പറയുന്നത്. ഇതെല്ലാം ആത്മബോധം. ഈ വിവേകത്തിന് അന്ധകരണ ശുദ്ധിക്ക് സഹായിക്കാൻ പറ്റും. സഹായിക്കും. കാരണം ആ വിവേകത്തിന്റെ ബലത്തിലാണ് ഒരാൾ കർമ്മത്തെ സ്വീകരിക്കുന്നത്.
കാരണം അന്ധകരണശുദ്ധിക്ക് എന്തെങ്കിലും കർമ്മം ചെയ്താൽ പോലെ ധർമ്മയുക്തമായ കർമ്മം വേണ്ടേ. അവിടെ പറയുന്നില്ല സത്യം, അമാനിത്വം, അദമ്പിത്വം, അഹിംസ, ശാന്തിരാർജവം, അവിടെയൊക്കെ ചർച്ച ചെയ്തില്ല. ഇത്തരം ഗുണങ്ങളെയൊക്കെ സ്വീകരിക്കണമെങ്കിൽ അവിടെ വിവേകം വേണം. എന്നുവെച്ചാൽ അന്ധകരണത്തിന്റെ സാത്വികമായ പരിണാമം, പ്രകാശം വേണം. അതെല്ലാം അന്ധകരണത്തിന്റെ തലത്തിലാണ്. അതെല്ലാം സഹായിക്കുന്നു. അന്ധകരണ ശുദ്ധിക്ക് വേണ്ടി അതെല്ലാം സഹായിക്കുന്നു. അങ്ങനെ ശുദ്ധമാക്കിയാലും ഒരിക്കലും ശുദ്ധമാക്കാത്ത ഒന്നാണ് അന്ധകരണം. അതുകൊണ്ട് അവിടെ രാഗാദികൾ അവശേഷിക്കുന്നു. തത്വജ്ഞാനം എന്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നില്ല? അതിന്റെ ജോലി അതല്ല. തത്വജ്ഞാനത്തിന്റെ ജോലി എന്താണോ അത് അജ്ഞാനത്തെ ഇല്ലാതാക്കും. അത് എവിടെയുള്ള അജ്ഞാനം? ഈ ലൗകികമായ വിഷയങ്ങളിലും ഉണ്ട് അജ്ഞാനം. അജ്ഞാനത്തെ ലൗകികമായ വിഷയങ്ങളിലുള്ള ജ്ഞാനം ഇല്ലാതാക്കുന്നു. അത് നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് പുസ്തകത്തെക്കുറിച്ച്, ഇതുള്ള വിഷയങ്ങളെക്കുറിച്ച് അറിവില്ല. ഇതൊരു ലൗകികമായ അജ്ഞാനമാണ്. പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അത് മാറുന്നു. ഒരു വിഷയത്തിലുള്ള അജ്ഞാനത്തെ അജ്ഞാനം മാറ്റുന്നു. വിഷയനിഷ്ഠമായ അജ്ഞാനങ്ങളാണ്. അതിന് വിഷയനിഷ്ഠമായ ജ്ഞാനം മാറ്റുന്നു. പക്ഷെ ഇതെന്താണ്? അനന്തമാണ്. ഇതിനൊരന്തമില്ല. ശാസ്ത്രാന്തം നാധികച്ചതി ആയു വർഷശതേനാവി എന്ന് പറയുന്നില്ല. ലൗകികമായ വിഷയങ്ങൾ, ഭൗതികമായ വിഷയങ്ങൾ, ശാസ്ത്ര വിഷയങ്ങളെല്ലാം അനന്തമാണ്. അതുകൊണ്ട് ഇതിന്റെ അന്തം കണ്ടെത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്ധകരണം എത്ര കാലം പ്രവർത്തിക്കുന്നുവോ അവിടെ ജ്ഞാനാജ്ഞാനങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാതാജ്ഞാതസമശൂന്യം എന്നൊക്കെ പറയുന്നു. ആ ജ്ഞാതാജ്ഞാതങ്ങളിൽ സമമായിരിക്കുക എന്നുള്ളതല്ലാതെ ആ ജ്ഞാതാജ്ഞാതങ്ങൾ ഇല്ലാതാകുക എന്നുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ആ തത്വജ്ഞാനി ആ ജ്ഞാനഫലം അല്ലാത്തത് പ്രതീക്ഷിക്കരുത്. നമ്മൾ തത്വജ്ഞാനിയിൽ ജ്ഞാനഫലം അല്ലാത്ത പ്രതീക്ഷിക്കുന്നു. ജ്ഞാനഫലം അജ്ഞാനനാശം, അതല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ബാക്കിയുള്ള തത്വജ്ഞാനിയുടെ വ്യവഹാരങ്ങൾ ആ അന്ധകരണത്തിന്റെ നിലയനുസരിച്ച്, സംസ്കാരഭേദമനുസരിച്ച്. അപ്പോൾ തത്വജ്ഞാനികൾ ശരി, തത്വജ്ഞാനത്തിന്റെ നില പോട്ടെ. ബാക്കിയുള്ള ഭാഗത്ത്, അന്ധകരണത്തിന്റെ ഭാഗത്ത്, പ്രപഞ്ച വ്യവഹാരത്തിൽ പ്രാപഞ്ചികമായ ജ്ഞാനാജ്ഞാന വിഷയങ്ങളിൽ തത്വജ്ഞാനികളെല്ലാം ഒരുപോലെ ആയിരിക്കണ്ടേ എന്ന് വരും. ഇങ്ങനെ ആയിരിക്കാൻ കഴിയില്ല. ഒരിക്കലും ഒരു ജീവൻ വേറൊരു ജീവനുമായിട്ട് ഒരുപോലെ ആയിരിക്കത്തില്ല. എന്തുകൊണ്ട്? ഓരോ ജീവന്മാരുടെയും കർമ്മങ്ങളും ഉപാസനകളും വ്യത്യസ്തമാണ്. വ്യത്യസ്തങ്ങളായിരിക്കുന്നുണ്ട്. ജീവന്റെ അതനുസരിച്ച് സംസ്കാരം വ്യത്യസ്തമായിരിക്കും. ആ സംസ്കാരം വ്യത്യസ്തമായിരിക്കുന്നത് അജ്ഞനിൽ എങ്ങനെയാണോ തത്വജ്ഞാനിയിലും ആ സംസ്കാരങ്ങൾ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ട് തത്വജ്ഞാനികളുടെയും ആചാരവ്യവഹാരങ്ങൾ പലതരത്തിലായിരിക്കും. അവിടെ വ്യവഹാരത്തിലെ ജ്ഞാനാജ്ഞാനങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും. പിന്നെ ഇവരുടെ തുല്യത വരുന്ന ഇവിടെ തത്വബോധത്തിൽ. തത്വബോധത്തിൽ വ്യത്യാസം വരുന്നില്ല. കാരണം അത് ഏകരൂപമാണ്. സദാത്മീകത്വബോധമെന്നോ അഹം ബ്രഹ്മാസ്മി എന്നോ ഇതൊക്കെ അദ്വൈതത്തെ സംബന്ധിച്ചാണ്. തത്വമസി എന്നോ അത്തരം ബോധങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷെ വ്യാവഹാരികമായ ബോധം പലതരത്തിലായിരിക്കും.
അവർക്ക് അതുകൊണ്ട് ആ സംസ്കാരത്തിനനുസരിച്ച് അവരുടെ രാഗദ്വേഷങ്ങൾ പലതരത്തിലായിരിക്കും, ധർമ്മബോധം പലതരത്തിലായിരിക്കും, നീതിബോധം പലതരത്തിലായിരിക്കും, സത്യത്തെക്കുറിച്ചുള്ള ബോധം പലതരത്തിലായിരിക്കും വ്യാവഹാരികമായി. അതുകൊണ്ടാണ് ഇവിടെ ആചാര്യൻ ഒരു അഭിപ്രായം പറയുന്നു, ശിഷ്യന്മാർ വേറെ അഭിപ്രായം പറയുന്നു. അവിടെയൊക്കെ സംസ്കാരങ്ങൾ വേറെയാണ്. വേറൊന്നുകൂടി മനസ്സിലാക്കണം. എന്താണ്? ഒരു തത്വജ്ഞാനിക്ക് വ്യവഹാരത്തിൽ തത്വജ്ഞാനത്തെ എല്ലാം ആശ്രയിക്കേണ്ടി വരുന്നു. വ്യവഹാരത്തിൽ മുഖ്യമായി ആശ്രയിക്കേണ്ടത് തന്റെ സംസ്കാരത്തെയാണ്. ആ സംസ്കാരത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഒരേ തത്വജ്ഞാനത്തെ പറയുന്ന പലരും എന്തുകൊണ്ട് പ്രകടമായി വ്യത്യാസം കാണുന്നു? ഓരോ കാലത്ത് ജീവിച്ചിരിക്കുന്ന തത്വജ്ഞാനികൾ ഓരോ തരത്തിൽ വ്യവഹരിക്കുന്ന എന്തുകൊണ്ട്? ഇതാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു. സർവകർമ്മസന്യാസം ഒരു ഉദാഹരണം പറഞ്ഞു. ആ തത്വജ്ഞാനത്തിൽ ആ സർവകർമ്മത്യാഗം കൂടിയേ തീരും. തത്വജ്ഞാനം എന്ന് പറയുന്നത് ഒന്ന്. പക്ഷെ കർമ്മത്തെ സംബന്ധിച്ച് കർമ്മത്തെ അനുഷ്ഠിക്കുക അല്ലെങ്കിൽ കർമ്മത്തെ ത്യജിക്കുക എന്ന് പറയുന്നത് അത് തത്വജ്ഞാനത്തിന്റെ ഭാഗമല്ല, അത് വ്യവഹാരത്തിന്റെ ഭാഗമാണ്. അനുഷ്ഠാനവും ത്യാഗവും രണ്ടും വ്യവഹാരത്തിന്റെ ഭാഗമാണ്. അത് അന്ധകരണത്തിന്റെ തലത്തിലാണ്. അപ്പോൾ അത് സംസ്കാരമനുസരിച്ച് ഭാഷ്യകാരൻ പറയുന്നത് ത്യജിച്ചേ തീരൂ എന്ന് പറയും. അത് തത്വജ്ഞാനത്തിന്റെ ഭാഗമല്ല, വ്യവഹാരത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. തത്വജ്ഞാനം സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനനീതി. പക്ഷെ വീണ്ടും തന്റെ മുമ്പിലിരിക്കുന്ന വ്യവഹാരം. ഭാഷ്യകാരൻ പറഞ്ഞതുപോലെ ശരീരപാദം വരെ ഈ വ്യവഹാരത്തിൽ എന്ത് നിലപാടെടുക്കുന്നു? ഇത് നിലനിർത്തണോ അത് ഉപേക്ഷിക്കുന്നു? ഈ ഭാഷ്യകാരന് മുമ്പ് തന്നെ ജീവിച്ചിരുന്ന ഋഷിമാരും ജനകൻ അശ്വപതി ഭാഷ്യകാരൻ തന്നെ പറയും തുടങ്ങിയ ചക്രവർത്തിമാരും ഒരുപാട് പേര് ആ തത്വജ്ഞാനത്തിന് ശേഷം കർമ്മത്തെ ത്യജിച്ചില്ല. ശരീരപാദം വരെ കർമ്മവും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതവരുടെ തത്വജ്ഞാനത്തിനോ മുക്തിക്കോ ഒരു ദോഷം ചെയ്തില്ല. ഇത്തരം ഒരു ദൃഷ്ടാന്തം തന്റെ മുമ്പിലുണ്ടെങ്കിലും അവിടെ തന്റെ സംസ്കാരം അനുസരിച്ച് തന്റെ കാഴ്ചപ്പാടുകൾ, വ്യാവഹാരികമായ കാഴ്ചപ്പാടുകൾ ഉറച്ചു. ഇതാണ് സംസ്കാരത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. കർമ്മത്തെ ഉപേക്ഷിച്ചേ തീരൂ. മറ്ററിയാൻ വയ്യാത്തതുകൊണ്ടല്ലോ. അടുത്ത ഭാഷ്യത്തിൽ പറയും ആ നില കർമ്മനാശം, കർമ്മത്തെ ഉപേക്ഷിക്കാതെ ഉണ്ടാകും. ഇവിടെ തന്നെ പറയും നഹാസ്യ കർമ്മക്ഷീയതേ, അജ്ഞന്റെ കർമ്മം ക്ഷയിക്കുന്നില്ല. യഥാവിധിഷ കർമ്മക്ഷയലക്ഷണം സംസാര ദുഃഖം സന്തതമേവ ന തദസ്യ വിദ്യതേ. അജ്ഞാനെ സംബന്ധിച്ചിടത്തോളം സംസാര ദുഃഖം സന്തതമേവ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആ സംസാര ദുഃഖം നിലനിൽക്കുമ്പോൾ ജ്ഞാനിയെ സംബന്ധിച്ച് നിൽക്കുന്നില്ല. പക്ഷെ കർമ്മം നിൽക്കുന്നതോ? അതിന് പറഞ്ഞു മിഥിലായ പ്രദീപ്തായ നമേ ദഹേതി കിഞ്ചന. അതൊരു കാഴ്ചപ്പാടാണ്. കർമ്മം നിൽക്കുന്നു, മിഥില ദഹിച്ചാലും എനിക്കൊന്നും ദഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണോ? കർമ്മം നിലനിൽക്കുന്നു. ചിലർ കർമ്മത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലർ കർമ്മം നിലനിൽക്കുന്നതിനെ കുറിച്ച് വൈഷമ്യം അനുഭവിക്കുന്നില്ല. ഇത് ഭാഷ്യകാരനും അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല.
എന്നാലും വാശി പിടിക്കുന്ന എന്താണ്? തത്വജ്ഞാനത്തിൽ സർവകർമ്മത്യാഗം. അതങ്ങനെ മാനസികമായി ത്യജിച്ചാൽ പോരാ, ബാഹ്യമായി തന്നെ ത്യജിക്കണം. ബാഹ്യമായി ത്യജിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ആഗ്രഹസ്ഥധർമ്മത്തെ ഉപേക്ഷിച്ച് സന്യാസ ധർമ്മത്തെ സ്വീകരിക്കണം. അങ്ങനെ തന്നെ ത്യജിക്കണം. അപ്പൊ ഈ വാശി എന്തിന്റെ ലക്ഷണമാണ്? ഇത് സംസ്കാരത്തിന്റെ, അന്ധകരണ സംസ്കാരത്തിന്റെ. അത് ഒരു തരത്തിലുള്ള ഒരു രാഗമാണ്, കർമ്മത്യാഗത്തോടുള്ള ഒരു രാഗം. അതങ്ങനെ വരാൻ പാടുണ്ടോ? ചിലർ ചോദിക്കും, എന്താ കർമ്മ ത്യജിച്ചാലെന്താ, ത്യജിച്ചില്ലെങ്കിലെന്താ? ആ കർമ്മത്തിൽ ഉദാസീനനായിരുന്നാൽ പോരെ, കർമ്മത്തിൽ അസംഗനായിരുന്നാൽ പോരെ. അപ്പൊ അതിലൊരു നിഷ്ഠ, അതൊരു തരത്തിലുള്ള രാഗം. മറ്റത് ത്യാഗത്തിനോടുള്ള രാഗം. അങ്ങനെ രാഗാദേ സന്തുകാമം. ഇവിടെ ഇത്തരത്തിലുള്ള രാഗാദികൾ ഉണ്ടാകും, തത്വജ്ഞാനം ഉണ്ടാകാം. പിന്നെ അതിന്റെ വിശേഷത എന്താണോ? ആ തത്വജ്ഞാനത്തിന് തടസ്സമായിരുന്ന രാഗാദികളെല്ലാം മാറി, ജ്ഞാനോത്പത്തിക്ക് തടസ്സമായിരുന്ന ദോഷങ്ങളെല്ലാം മാറി. ആ ചിത്തശുദ്ധിക്ക് അനുസൃതമായ രാഗാദികൾ, അത് ഏത്, എന്ത്, എങ്ങനെയെന്നുള്ളത് ആ തത്വജ്ഞനിൽ അനുഭവപ്പെടുന്നേ പറയാൻ പറ്റൂ, ഇന്നതെന്ന് പറയാൻ പറ്റില്ല. അതുണ്ടാകാം. അതുകൊണ്ട് ഒരാളുടെ കാഴ്ചപ്പാടിൽ ഈ അവിദ്യാധികാരത്തെ സംബന്ധിച്ച് ഇന്ന നിയമങ്ങൾ വേണം എന്ന് പറയുന്നു. കർമാധികാരർത്ഥം വർണ്ണവിഭാഗസ്യ, വർണ്ണവിഭാഗത്തെയും മറ്റും വരുന്ന കാഴ്ചപ്പാടുകൾ അതാണ്. അതിന്റെ കാഴ്ചപ്പാട് ഒരാൾക്ക് ഇന്നതായിരിക്കും, ഇന്നതാണ് നീതി എന്ന് തോന്നുന്നു. അത് അവനവന്റെ സംസ്കാരം അനുസരിച്ചല്ലേ തീരുമാനിക്കുന്നു. ഇന്നതായിരിക്കുന്ന ന്യായം, താൻ കൽപ്പിക്കുന്ന നീതിക്ക് തന്റേതായ ന്യായങ്ങളുണ്ട്. ഈ ന്യായങ്ങളനുസരിച്ച് നീതി ഇന്നതായിരിക്കണം, അത് സംസ്കാരം പറയും. ബ്രാഹ്മണനെ സന്യാസം പാടുള്ളൂ, ക്ഷത്രിയ വൈശ്യാദികൾക്ക് അത് പാടില്ല, അത് തന്റെ ന്യായം, അതിനനുസരിച്ചുള്ള നീതി, അതിനനുസരിച്ചുള്ള ന്യായം തന്റെ പക്ഷത്തുണ്ട്. വേറൊരാൾ പറയുന്നു അതങ്ങനെയല്ല, ശരി, ത്രൈവർണ്ണിയർക്കെല്ലാം സന്യാസമാകാം, അത് തന്റെ ന്യായം, നീതി, അതിനനുസരിച്ചുള്ള ന്യായം, യുക്തി തന്റെ കൈവശമുണ്ട്. ഇനി വേറൊരാൾ പറയുന്നു അങ്ങനെയും കണക്കാക്കാൻ പാടില്ല, ഏതൊരു ജീവനും ഇതിനൊക്കെ ആവശ്യമുണ്ട്. ഒരാൾ പറയുന്നത് പുരുഷനെ പാടുള്ളൂ, വേറൊരാൾ പറയുന്നത് സ്ത്രീക്ക് പാടില്ല. ഇത് വ്യവഹാരത്തിന്റെ തലമാണ്. ഇപ്പൊ തത്വജ്ഞാനി ആ തത്വജ്ഞാനത്തിന്റെ നിലയിൽ പൂർണ്ണനാണ്. തത്വജ്ഞാനത്തിന്റെ നിലയിൽ സർവജ്ഞനാണ്, സർവശക്തനാണ്, എല്ലാമാണ്. പക്ഷെ വ്യവഹാരത്തിന്റെ നിലയിൽ ഈ അപൂർണതകൾ വരും, അല്പജ്ഞത്വം വരും. ഇത് തത്വജ്ഞാനത്തിൽ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു തത്വജ്ഞാനിയിലും വ്യവഹാരത്തിന്റെ പൂർണ്ണതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വ്യവഹാരത്തിൽ പൂർണ്ണത. അപ്പോൾ അതും നമ്മളെങ്ങനെ ആഗ്രഹിക്കുന്നു? നമ്മുടെ മനസ്സിലെ പൂർണ്ണതയെക്കുറിച്ചുള്ള സങ്കല്പം അനുസരിച്ച്. നമ്മുടെ മനസ്സിൽ ധർമ്മത്തെക്കുറിച്ച് സങ്കല്പമുണ്ട്, നമ്മുടെ മനസ്സിൽ നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ചൊക്കെ സങ്കല്പമുണ്ട്. ഈ സങ്കല്പത്തിനനുസരിച്ചായിരിക്കണം തത്വജ്ഞാനിയുടെ വ്യവഹാരം എന്ന് പറയും. അത് കണ്ടില്ലെങ്കിൽ നമ്മൾ പറയും തത്വജ്ഞാനിക്ക് അങ്ങനെ പറയാമോ, അങ്ങനെ പ്രവർത്തിക്കാമോ? അതല്ലേ ശിഷ്യന്മാര് ഗുരുക്കന്മാരെ വിമർശിക്കുന്നത്. ഇങ്ങനെയാണോ ഗുരു പെരുമാറേണ്ടത്? ഗുരു അങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഗുരു അങ്ങനെ പക്ഷഭേദം കാണിക്കാൻ പാടുണ്ടോ? ഗുരു അങ്ങനെ രാഗദ്വേഷങ്ങൾ കാണിക്കാൻ പാടുണ്ടോ? ഗുരുവിന് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ? ഗുരുവിന് സമ്പത്ത് പാടുണ്ടോ? ഗുരുവിന് പ്രശസ്തി പാടുണ്ടോ? ഗുരുവിന് മറ്റതാവശ്യമുണ്ടോ? ഇങ്ങനെ ഗുരുക്കന്മാരെ ശിഷ്യന്മാരെ വിമർശിക്കും. എന്തുകൊണ്ട്? വ്യവഹാരത്തെ കണ്ടിട്ട്. ഗുരുവിന്റെ തത്വനിലയെ കണ്ടിട്ടില്ല. അപ്പൊ തത്വനില ന്യൂനതയെന്നുണ്ട്. എന്തുകൊണ്ട്? ആ ജ്ഞാനം
അവിടെ അറിവില്ലായ്മയെ നശിപ്പിച്ചു. പക്ഷെ വ്യവഹാര ന്യൂനതയുള്ളതാണ്. ആ ന്യൂനതയിൽ പൂർണ്ണതയെ കാണാൻ ശ്രമിച്ചാൽ ഒരിക്കലും അവന് അവിടെ ധർമ്മം നീതിയൊന്നും കാണാൻ പറ്റത്തില്ല. വ്യവഹാരത്തിലും കാണുന്നവന്റെ കാഴ്ചപ്പാടനുസരിച്ച് ന്യൂനതകൾ കാണും. അത് ദൃഷ്ടിദോഷം. അതിനാണ് ഭാഷ്യകാരൻ പറയുന്നത് ലൗകിക ദൃഷ്ടി കാണുന്നവന്റെ കാഴ്ചപ്പാടനുസരിച്ചാണ്. ശരി, ഈ നില അതിലിപ്പോൾ താൻ ന്യായമോ അന്യായമോ ധർമ്മമോ അധർമ്മമോ തത്വജ്ഞാനിയിൽ എന്ത് കണ്ടാലും ഇത് കാണുന്നതുകൊണ്ട് എന്താ വിശേഷത? തത്വജ്ഞാനിയിലൊന്നും സംഭവിക്കുന്നില്ല. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യവഹാരം തത്വജ്ഞാനിയെ ബാധിക്കുന്നില്ല. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യവഹാരത്തിന് പ്രാരബ്ധം എന്ന് പറയുന്ന ഒരു സമാധാനം മാത്രം. നദ്വേഷ്ടിന കാംക്ഷതി. അതാണല്ലോ തത്വജ്ഞാനം. അത് തത്വജ്ഞാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് വ്യവഹാരം അതിന്റെ സ്വഭാവത്തെ കാണിക്കുന്നു, അത് പ്രവർത്തിക്കുന്നു. അവിടെ തത്വജ്ഞാനിയിൽ തന്റെ ന്യായധർമ്മങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അത് കാലം കൊണ്ട് മാറാം. നാളെ ഒരു കാലത്തിൽ അത് വിമർശിക്കപ്പെടാം. പിന്നെ വ്യക്തികളുടെ കാഴ്ചപ്പാടനുസരിച്ച് മാറാം. ഇന്ന് അതിന് ഒരുപാട് പേര് പ്രശംസിക്കുകയും നാളെ ഒരുപാട് പേര് അതിനെ വിമർശിക്കും. അത് ശരിയല്ല. ഇതെല്ലാം ലോകദൃഷ്ടിക്കനുസരിച്ച് ഈ വ്യവഹാരങ്ങളെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അതൊന്നും തത്വജ്ഞാനിയെയോ തത്വജ്ഞാനത്തെയോ ബാധിക്കുന്നില്ല. തത്വജ്ഞാനി എന്താണ്? ആ ശരീരപാദം വരെ, ശരീരനാശം വരെ എങ്ങനെയാണോ തന്റെ പ്രാരംഭം അനുസരിച്ച് പോയിരിക്കുന്നത്. ലോകദൃഷ്ടിയിൽ അതിൽ ശരിയും തെറ്റുമൊക്കെ ഉണ്ടാകാം. അത് ലോകത്തിന്റെ ദൃഷ്ടിക്ക് ഇരുന്നോട്ടെ. ശങ്കരാചാര്യർ പറഞ്ഞ കാര്യങ്ങളിൽ വർണ്ണ ആശ്രമ വ്യവസ്ഥകളിൽ ശങ്കരാചാര്യർ പിന്തുടർന്നില്ല. ഇന്ന് ഒരാളുടെ ദൃഷ്ടിയിൽ അത് തെറ്റാണ്, അത് അയാളുടെ ദൃഷ്ടിയിൽ അത് തെറ്റാണ്. അത് ശരിയാകത്തില്ല. അത് ശരിയാകണമെങ്കിൽ തന്റെ ദൃഷ്ടിയെ മാറ്റാൻ പറ്റത്തില്ല. അതിന് ശിഷ്യനും പറഞ്ഞെന്താണ്? അത് തെറ്റാണ്. അത് ശിഷ്യന്മാർക്ക് അവരുടെ ദൃഷ്ടിയെ മാറ്റാൻ പറ്റും, അവരുടെ സംസ്കാരത്തെ മാറ്റാൻ പറ്റും. മാറ്റാൻ കഴിയത്തില്ല. അതങ്ങനെ തന്നെ പോകും. അങ്ങനെയൊക്കെ വരുന്നിടത്തും ആൾക്കാർ വീണ്ടും ചോദിക്കും, ആ തത്വജ്ഞാനം ഇതിനെന്തുകൊണ്ട് മാറ്റം വരുത്തിയില്ല? തത്വജ്ഞാനത്തിന്റെ ജോലി അതല്ല. ഇതിന് മാറ്റം വരുത്തേണ്ടത് ലൗകികമായ വിവേകമാണ്. അതിനല്ല തത്വജ്ഞാനം എന്ന് പറയുന്നത്. ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള ബോധം. അത് ഒരുവൻ തന്റെ സംസ്കാരത്തിനും കാലദേശങ്ങളുടെ സ്വാധീനത്തിനും അടിമപ്പെട്ടേ സർവർക്കും ഇന്നത്തെ നീതി നാളെ അനീതിയായി മാറും. അതിൽ നിന്ന് തത്വജ്ഞാനിക്ക് മുക്തനാകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രാരബ്ധത്തെ എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ തത്വജ്ഞാനിയുടെ വ്യവഹാരങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ള അല്ല പറയുന്നത്. നമ്മൾ തത്വജ്ഞാനിയിൽ അത്തരം വ്യവഹാരങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇന്ന് നമ്മുടെ നീതിബോധത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാമോ? അത് തത്വജ്ഞാനത്തിന് വിരോധമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് പറയും. തത്വജ്ഞാനത്തിന്റെ പണി വേറെ, മറ്റ് മാനസികവും ശാരീരികവും കായികവുമായിട്ടുള്ള വ്യവഹാരങ്ങളുടെ സ്വഭാവം വേറെ. ഇത് ഭാഷ്യകാരനും പലതവണ ആവർത്തിക്കുന്നുണ്ട്, വ്യാഖ്യാതാക്കളും പറയുന്നു. ഇതിനെ രണ്ടിനെയും രണ്ടായി കാണണം. തത്വജ്ഞാനം കൊണ്ട് എന്ത് ഗുണമുണ്ടായി? പിന്നെ തത്വജ്ഞാനം കൊണ്ട് ഉണ്ടായത് സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനനാശം. അതാണ്. ഇതെല്ലാം വ്യവഹാരമെല്ലാം അജ്ഞാന കാര്യമാണെന്ന് പറയും. ചിലരങ്ങനെ പറയും, വ്യവഹാരം അജ്ഞാന കാര്യമാണ്. അപ്പോൾ അജ്ഞാനം നശിച്ചു, അപ്പോൾ അവിടെ വ്യവഹാരങ്ങൾ നശിക്കേണ്ടതല്ലേ? അത് പറയുന്നത് എങ്ങനെ? തത്വദൃഷ്ടിയിലാണോ?
തത്വദൃഷ്ടിയിലാണെങ്കിൽ ഇത് ശരിയാ. തത്വജ്ഞാനം കൊണ്ട് വ്യവഹാരം നശിച്ചിരിക്കുന്നു. അത് തത്വജ്ഞാനിയെ മനസ്സിലാക്കുന്നവൻ, തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെ മനസ്സിലാക്കുന്നവൻ അവന്റെ കാഴ്ചപ്പാടല്ല പറയുന്നു. അജ്ഞാനം കൊണ്ട് വ്യവഹാരം നശിക്കുമെന്ന് പറയുന്നു. അത് തത്വജ്ഞാനിയുടെ കാഴ്ചപ്പാടാണ്. കാരണം തത്വജ്ഞാനി സ്വയം ഗ്രഹിക്കുന്നു. അതാണ് തത്വജ്ഞാനം. സ്വസ്വരൂപത്തെക്കുറിച്ച് എന്താണോ യഥാർത്ഥത്തിൽ ഗ്രഹിക്കുന്നത് അതാണ് തത്വജ്ഞാനം. ആ തത്വജ്ഞാനത്തിൽ അയാൾ ഗ്രഹിക്കുന്നത് എന്താണ്? തന്നിൽ വ്യവഹാരമില്ല, തന്റെ സ്വരൂപം നിത്യമുക്തമാണ്. അങ്ങനെ ഒരു തത്വബോധത്തിൽ തന്നിൽ വ്യവഹാരാഭാവത്തെ അയാൾ കാണും. അതാണ് തത്വജ്ഞാനിയുടെ വ്യവഹാരമില്ല. അപ്പോൾ പിന്നെ അവിടെ വ്യവഹാരം കാണുന്നതോ? തത്വജ്ഞാനി അതിനെ സ്വയം വ്യവഹാരമായി കണക്കാക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ പ്രാരബ്ധം എന്ന് പറയുന്നത്. അജ്ഞനെങ്ങനെയാണോ തന്റെ വ്യവഹാരങ്ങളുമായി താരതമ്യം ചെയ്തിട്ട് എന്നിലുള്ളതുപോലെയുള്ള പ്രവൃത്തികൾ, വാക് മനക്കായ പ്രവൃത്തികൾ അവിടെയും കാണുന്നുണ്ട്, അതുകൊണ്ട് അവിടെയും വ്യവഹാരമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ തത്വജ്ഞാനത്തെ അല്ലല്ലോ കാണുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന എപ്പോഴും എന്താണ്? മറ്റുള്ളവരുടെ തത്വജ്ഞാനത്തെയും മറ്റുള്ളവരുടെ വ്യവഹാരത്തെയും മറ്റുള്ളവരുടെ അജ്ഞാനത്തെയൊക്കെയാണ്. തത്വജ്ഞാനിക്ക് അങ്ങനെ ഒന്നിനെ കാണേണ്ടി വരുന്നില്ല. സ്വന്തം ബോധമാണ്, തന്നിലുള്ള വ്യവഹാരങ്ങളാണ്. അപ്പോൾ ആ ബോധത്തിൽ, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തിൽ, ആ വ്യവഹാരത്തെക്കുറിച്ചും അതേ ബോധം തന്നെയുള്ളൂ. എന്താണ്? ആ വ്യവഹാരം തന്നെ സ്പർശിക്കുന്നതല്ല. കാരണം എന്തുകൊണ്ട്? തന്റെ സ്വരൂപം വ്യവഹാരാതീതമാണ്. ഇത് നമുക്ക് എപ്പോഴിതിൽ പ്രശ്നം വരുന്നത്, ശാസ്ത്രമോ അല്ലെങ്കിൽ ശ്രുതിയോ ആചാര്യനോ വിവക്ഷിക്കാത്ത രീതിയിൽ നമ്മളിത് മനസ്സിലാക്കുന്നുകൊണ്ടാണ്. അങ്ങനെ മനസ്സിലാക്കുന്നു. നമ്മളിതെപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു തത്വജ്ഞാനിയിൽ ഇതൊക്കെ ആരോപിക്കുകയാണ്. ഒരു തത്വജ്ഞാനിയുടെ വ്യവഹാരം, ഒരു തത്വജ്ഞാനിയുടെ ജ്ഞാനം, ഇങ്ങനെ മറ്റൊരുവനിൽ ആരോപിക്കും. അങ്ങനെ ആരോപിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾക്ക് സമാധാനമില്ല. ശ്രുതി ബോധിപ്പിക്കുന്ന എന്താണ്? ഇത് തന്നിൽ കാണാനാണ്. ഈ പറയുന്ന തത്വജ്ഞാനം, ഈ പറയുന്ന വ്യവഹാരങ്ങളുമെല്ലാം തന്നിൽ കാണാൻ വേണ്ടിയാണ്. അതിന് ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നത് തത്വജ്ഞാനി പഠിക്കാൻ വേണ്ടിയിട്ടല്ല, കേൾക്കുന്നവന് ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കേൾക്കുന്നവന് ബോധം ഉണ്ടാകേണ്ട ഒരു കാര്യം വേറൊരാളിൽ ആരോപിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? അപ്പോൾ ഇത് തന്നെ കുറിച്ചാണ് പറയുന്നു, തത്വജ്ഞാനം എന്നെല്ലാം പറയുന്നു. അത് പറയുന്നു ഉപമ ദൃഷ്ടാന്തമാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയും, മന്ദബുദ്ധികൾ ഉപമയെ ദൃഷ്ടാന്തത്തേക്ക് ആശ്രയിക്കുന്നു. അപ്പം മന്ദബുദ്ധികൾ തത്വജ്ഞാനിയെ ഒരു ദൃഷ്ടാന്തമായിട്ടെടുക്കും, എന്നിട്ട് തത്വജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ഒരിക്കലും ഈ പ്രശ്നങ്ങൾക്ക് സമാധാനം ഉണ്ടാകത്തില്ല. അതൊരു ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടിയല്ല ചർച്ച ചെയ്യുന്നത് എന്ന് പറയും. ഭാഷ്യകാരൻ പറയുന്നത് ആത്മസാധനയ്ക്ക് വേണ്ടിയിട്ടാണ്. തത്വം എന്ന് പറയുന്നത് കേൾക്കുന്നവന്റെ സ്വരൂപമാണ്, വേറെ ഏതെങ്കിലും ഒരു ജ്ഞാനിയുടെ സ്വരൂപമല്ല. അപ്പൊ തന്നിൽ ഈ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു? തന്നിൽ എന്താണ് തത്വജ്ഞാനം? തന്നിൽ എന്താണ് അജ്ഞാനനാശം? തന്നിലെ വ്യവഹാരത്തിന്റെ കർമ്മത്തിന്റെ നില എന്താണ്? ഇത് മനസ്സിലാക്കി തരാനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ടല്ലേ തത്വമസി ത്വം എന്ന് പറയുന്നത്. കേൾക്കുന്നവനെ ഉദ്ദേശിച്ചല്ലേ പറയുന്നത്, അവന്റെ അനുഭവമായിട്ടല്ലേ പറയുന്നത് അഹം ബ്രഹ്മാസ്മി. ഏതെങ്കിലും തത്വജ്ഞാനിയുടെ കാര്യമാണോ പറയുന്നത്? ഏതെങ്കിലും ഗുരുവിന്റെ കാര്യമാണോ പറയുന്നത്? അല്ല. പക്ഷെ മന്ദബുദ്ധി എന്ത് ചെയ്യുന്നു? ബുദ്ധിശൂന്യൻ ഇതിനെയൊക്കെ ദൃഷ്ടാന്തമാക്കും. നമ്മളൊരു ഗുരുവിന്റെ ചരിത്രം പഠിക്കുന്നു, മഹാത്മാക്കളുടെ ചരിത്രം പഠിക്കുന്നു. എല്ലാം എന്തിനു പഠിക്കുന്നു?
ഗുരുക്കന്മാരെയും മഹാത്മാക്കളെയൊക്കെ ദൃഷ്ടാന്തമാക്കാം. അതുകൊണ്ടെന്താ പ്രയോജനം? അത് തത്വജ്ഞാനത്തിന് പ്രയോജനം ചെയ്യത്തില്ല. അത് പ്രയോജനം ചെയ്യുന്ന എന്തിനു വേണ്ടി? ഒരു ആധ്യാത്മികമായ ഒരു ഉത്തേജനമോ അല്ലെങ്കിൽ സന്മാർഗത്തെ ജീവിക്കുന്നതിനോ അതിനൊക്കെയുള്ള പ്രയോജനം ചെയ്തെന്നിരിക്കും. അതുകൊണ്ടാണ് അതങ്ങനെ സ്വീകരിക്കരുത് എന്ന് ഭാഷ്യകാരൻ പറയും. ഇത് ആത്മനിഷ്ഠമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഈ പ്രാരബ്ധവും ഈ പറയുന്ന ജ്ഞാനമൊന്നും ഒരു തത്വജ്ഞാനിനും അല്ല, തന്നിലാണിതല്ല. തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ആ ആത്മനിഷ്ഠത നഷ്ടപ്പെടുന്നു എപ്പോഴാണോ ഈ വിഷയങ്ങളെക്കുറിച്ച് ബഹിർമുഖമായി ചിന്തിക്കുന്നത്. അവിടെ മുതൽ ചോദ്യങ്ങളാണ്, സമാധാനങ്ങൾ. അതിനൊരിക്കലും അവസാനം വരത്തില്ല. ബാഹ്യമായി ഈ വിഷയത്തെ, അതുകൊണ്ട് നമ്മൾ ആദ്യമേ ചർച്ച ചെയ്യുന്നതാണ്, ഇത് മറ്റു വിഷയങ്ങളെപ്പോലെ പഠിക്കുന്ന ഒരു വിഷയമല്ല. അതല്ല എൻ്റെ താല്പര്യം. അതിൻ്റെ ഏറ്റവും രഹസ്യമായ, ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ഈ അറിവിനെ ആത്മനിഷ്ഠമാക്കുകയാണ്. അപ്പോൾ തത്വജ്ഞാനി എങ്ങനെ ഗ്രഹിക്കുന്നു വ്യവഹാരത്തെ? തത്വജ്ഞാനിയുടെ ജ്ഞാനം തന്റെ ജ്ഞാനമാണ്, അന്യന്റെ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൽ, ആ ജ്ഞാനം തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനങ്ങളെ നീക്കി. അപ്പൊ തന്നിൽ രാഗദ്വേഷങ്ങളില്ല, വ്യവഹാരങ്ങളില്ല. അതെല്ലാം നിത്യനിവൃത്തമാണല്ലോ തന്റെ സ്വരൂപം. അപ്പോൾ അത് ആത്മനിഷ്ഠമായ ഒരുവൻ ഗ്രഹിക്കുകയാണെങ്കിൽ ഈ ബോധത്തെ അവനിൽ കുറിച്ച സ്വന്തം തന്നെ കുറിച്ചുള്ള ബോധമാണ്. ആ ബോധം ഉണ്ടാകുന്നതിന് എന്താ തടസ്സം? എപ്പോഴാണ് ആ ബോധം ഉണ്ടാകുന്നത് അപ്പോൾ തന്നിലുള്ള അജ്ഞാനവും നശിക്കുന്നു. ആ ബോധത്തിൽ പിന്നെ വ്യവഹാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രാരബ്ധ കർമ്മങ്ങളെക്കുറിച്ചോ ഒന്നുമുള്ള അജ്ഞാനത്തിന് നിലനിൽക്കാൻ വഴിയില്ല. അങ്ങനെ നിൽക്കും. തന്നിലെതെല്ലാം നിത്യനിവൃത്തമാണെന്ന് ഗ്രഹിക്കുന്ന ഒരുവനാണ്. പിന്നെ എങ്ങനെയാ ഇതെല്ലാം നിലനിൽക്കുന്നത്? അപ്പോൾ അവിടെ സ്വസ്വരൂപം വ്യവഹാരശൂന്യമാണ്. അതുകൊണ്ടാണ് തത്വജ്ഞാനി നദ്വേഷ്ടിന കാംക്ഷതി എന്ന് പറയുന്നത്. ദ്വേഷിക്കുകയും കാക്ഷിക്കുകയും ചെയ്യുന്നില്ല ഒന്നിനെയും. വ്യവഹാരം എങ്ങനെയാ അതങ്ങനെ പോകുന്നു? അത് തന്നെ ബാധിക്കുന്ന കാര്യമില്ല, തന്റെ തത്വജ്ഞാനത്തെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷെ ആ തത്വജ്ഞാനം ഇല്ലാതിരിക്കുമ്പോൾ അതിനെ ഇതൊക്കെ ബാധിക്കുന്നു. എന്തുകൊണ്ടതില്ലാതെ വരുന്നു? കാരണം ആ തത്വജ്ഞാനത്തെ അന്യനിൽ കാണുന്നു, വേറൊരു ഗുരുവിൽ കാണുന്നു, ഋഷിയിൽ കാണുന്നു. ഋഷിയിലുള്ള തത്വജ്ഞാനം കൊണ്ട് തനിക്കെന്താ പ്രയോജനം? അപ്പോൾ തന്നിലുള്ള വ്യവഹാരങ്ങളും തന്നിലുള്ള ഇതെല്ലാം പഴയതുപോലെ തുടരും. കാരണം അവിടെ തത്വജ്ഞാനം തന്നിൽ വന്നിട്ടില്ല, വേറൊരാളിരിക്കുക. അപ്പൊ ശ്രുതി എന്താണോ ഉദ്ദേശിച്ചത്, ത്വം, നീയാണതെന്നുള്ളത് ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നില്ല. അവിടെ മാത്രമാണ് ഈ പ്രശ്നം. അപ്പോൾ സ്വസ്വരൂപത്തെക്കുറിച്ച് ആ ബോധിപ്പിക്കുന്ന രീതിയിൽ ഗ്രഹിക്കുന്ന ഒരുവൻ സംബന്ധിച്ചിടത്തോളം വ്യവഹാരവും മറ്റു കാര്യങ്ങളുമെല്ലാം ശാരീരിക മാനസികമായ കാര്യങ്ങൾ അത് ശ്രുതി എങ്ങനെ ബോധിപ്പിച്ച തന്നിലുണ്ടെന്നാണോ? ഇല്ലെന്നല്ലേ ബോധിപ്പിച്ചത്. പരമാർത്ഥത്തില്ലാത്തതിനെ തന്നിലുണ്ടാവും. അപ്പോൾ അവനത് തന്നിൽ അതിന്റെ ഇല്ലായ്മയെ തന്നെയാണ് ഗ്രഹിക്കുന്നത്. അല്ല, ഇനി മറിച്ചാണെങ്കിൽ ആ തത്വബോധത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ രണ്ടു തരത്തിലും അത് ബോധിപ്പിക്കുന്നു. ഏത് തരത്തിലായാലും ശരി, ആ സ്വരൂപബോധത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ഗ്രഹിച്ചാൽ ദോഷം. വേറെ തരത്തിൽ പറയുന്നു എന്താണോ പറയുന്നു, ആ തത്വം ഏതൊരു തത്വമാണോ ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്, ഏതൊരു തത്വമാണോ ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ തത്വം തന്നെയാണ് ഇവിടെ അനുപ്രവേശം ചെയ്തത്
അപ്പോൾ ആ തത്വത്തിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തത്വത്തിൽ നിന്ന് അന്യമായൊന്നുമില്ല. അങ്ങനെ ബോധിച്ചു കഴിഞ്ഞാലും ഇവിടെ ദോഷമില്ല. അനന്യത്വ ബുദ്ധി, സർവാത്മക ബുദ്ധി, ആ ബുദ്ധിയിലായാലും അന്യമായി ഒന്നുമില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് എന്തിന് വ്യാകുലത? വ്യാകുലതയുടെ ആവശ്യമൊന്നുമില്ല. ആ തത്വത്തിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. തത്വം തന്നെയാണ് നാമരൂപാത്മകമായിരിക്കുന്നത്. അഹം ബ്രഹ്മാസ്മിയുടെ ഫലം ആ സർവാത്മഭാവമാണ് ഈ ബോധത്തിൽ. അങ്ങനെ ബോധിപ്പിച്ചാൽ, നേതിനേതിയെന്ന് ബോധിപ്പിച്ചാലും ശരി, സർവം ഖല്ലിതം എന്ന് ബോധിപ്പിച്ചാലും ശരി, രണ്ടായാലും എത്തിച്ചേരുന്ന ഒരിടത്ത് തന്നെ ഏകമായ തത്വബോധത്തിൽ. അപ്പോൾ ഒരു തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അതവിടെ ആ തത്വബോധത്തിന്റെ ദൃഷ്ടി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതയാൾ അവിടെ ആത്മശാന്തി, കൃതകൃത്യത, എല്ലാ തത്വബോധം അതിൽ ശ്രദ്ധിക്കുന്നു. അതെല്ലാം തത്വബോധം തന്നെയാണ്. കൃതകൃത്യതയെന്നോ അതിനെല്ലാം ചേർത്താണ് തത്വബോധം എന്ന് പറയുന്നു. ആത്മശാന്തി എന്നും എല്ലാം പറയുന്നത്. പിന്നെ ബാഹ്യമായ ഈ വ്യവഹാരങ്ങൾ, അപ്പോൾ ആ വ്യവഹാരത്തിന്റെ എന്തെല്ലാം മനസ്സിലാക്കുന്നു തത്വജ്ഞാനി. എന്താണത്? അതിനെങ്ങനെ പറയുന്നു? അതിനെ പ്രാരബ്ധമായി അംഗീകരിക്കുന്നു. അത് പ്രാരബ്ധത്തിന്റെ നിലയിൽ മനസ്സിലാക്കുന്നു. പ്രാരബ്ധം അതിന്റെ സ്വഭാവം കാണിക്കും. അതുകൊണ്ട് തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിൽ മറ്റുള്ളവർ കുറ്റാരോപണം ചെയ്യുന്നതിൽ അർത്ഥമില്ല. തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിൽ മറ്റുള്ളവർ പൂർണ്ണത പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അതാ കേവലമായ ബോധത്തിൽ മാത്രം. അപ്പോൾ ആ ബോധം, സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, ആ ഒരു ബോധം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. കാരണം നമ്മൾ ശ്രവിക്കുന്നത് അശ്രുതിയാണ്. ശ്രുതിയാണ് നമ്മളെല്ലാം ബോധിപ്പിക്കുന്നത്, ഓരോ ജീവനെയും ബോധിപ്പിക്കുന്നതാണ്. ആ ഒരു ബോധം, ആത്മാവ് നിത്യമുക്തമാണ്, നിർമുക്തമാണ്, അല്ലെങ്കിൽ അത് സർവ്വവ്യാപകമാണ്, ഇത്തരം ഒരു ബോധം, ഇതാണല്ലോ അദ്വൈതി പറയുന്ന ആത്മബോധം. ഈ ബോധം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഈ ബോധം ഗ്രഹിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണോ ജ്ഞാനം? അപ്പോൾ ഈ ബോധമുള്ളവനാണോ ജ്ഞാനി? ഇനി ഇതിനപ്പുറം വേറൊന്നും ചെയ്യാനില്ലേ? അതാണ് എന്റെ സംശയം. ശ്രുതി പറയുന്നത് ഞാനും മനസ്സിലാക്കും. അത് മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുമുണ്ട്. ഞാൻ ആത്മാവാണ്, ഞാൻ മുക്തസ്വരൂപമാണ്, അല്ലെങ്കിൽ എന്നിൽ സംസാരം നിവർത്തിച്ചിരിക്കുന്നു. അപ്പം ഈ ബോധം എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ബോധത്തെ ഞാൻ വിസ്മരിക്കുന്നു. ഈ ബോധം എന്നിൽ സദാ നിലനിൽക്കുന്നില്ല. ഈ ബോധത്തിന് ശേഷവും എനിക്ക് സ്വയം എന്താണ്, ഞാൻ തത്വജ്ഞനാണെന്നോ അല്ലെങ്കിൽ ഞാൻ മുക്തനാണെന്നോ എന്നെനിക്ക് സ്വയം ബോധിക്കുന്നില്ല. ഈ ബോധത്തെ ബോധിച്ചു. ഈ ബോധത്തിൽ തന്നെ ഞാൻ വീണ്ടും അജ്ഞാന സംശയാദികളെ വീണ്ടും ഉണ്ടാക്കുന്നു. ശ്രുതി ഏതൊരു കാര്യത്തെയാണ് ബോധിപ്പിച്ചത്, ആ ബോധത്തെ ഗ്രഹിച്ചിട്ട് വീണ്ടും അതിൽ താൻ തന്നെ ഉണ്ടാകും അജ്ഞാനാദികളെ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇത് മതിയോ, ഇതിനപ്പുറം ഇനിയൊന്നും വേണ്ടേ? അപ്പൊ അവിടെ പിന്നെ തന്റെ ജോലി എന്താണ്? ശ്രുതി ഇങ്ങനെ ഒരു തത്വത്തെ ബോധിപ്പിച്ചിട്ട് വീണ്ടും തന്റെ മനസ്സ് സൃഷ്ടിക്കുന്ന ഈ വികല്പങ്ങൾ, അതിനെ നിരാകരിക്കുക. വീണ്ടും ആ ചോദ്യങ്ങളെ, അത് ഈ മനസ്സ് തന്നെ സൃഷ്ടിക്കുന്നതാണ്. ഏതൊരു മനസ്സാണോ ഈ ബോധത്തെ ഗ്രഹിച്ചത്, ആ മനസ്സ് തന്നെ വീണ്ടും വികല്പങ്ങളെ സൃഷ്ടിക്കും. അപ്പോൾ പിന്നെ അതിന്റെ ജോലിയാണ് അതിനെ ഇല്ലാതാക്കുക, ആ വികല്പങ്ങളെ ഇല്ലാതാക്കുക. അപ്പോൾ അത്
ആ തത്വജ്ഞാനത്തിന് ശേഷം രണ്ടാമത് വരുന്ന പ്രശ്നങ്ങളാണ്. ആ ബോധമുള്ളത് കൊണ്ടാണ് വീണ്ടും അതിനെ സംബന്ധിച്ച് സംശയവും വിപര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രവണാദികൾ വീണ്ടും ആവശ്യമായിട്ട് വരുന്നത്. തത്വജ്ഞാനത്തിന് ശേഷം വരുന്നു. അപ്പോൾ അവനവിടെ വീണ്ടും ജിജ്ഞാസുവായിരിക്കുന്നു. വീണ്ടും അവന് അറിഞ്ഞതിനെ തന്നെ അറിയാനുള്ള ആഗ്രഹം വരുന്നു. ഇതെല്ലാം മനസ്സിന്റെ വിക്രിയകൾ. അതിനുള്ള പരിഹാരം പറഞ്ഞിരിക്കുന്നു ഇതാണ്. എന്താണ്? ആ മനനാദി സാധനകൾ തുടരുക. ഞാൻ തത്വജ്ഞാനത്തെ ഗ്രഹിച്ചു, അത് മനസ്സിലായി, പക്ഷെ അത് വിസ്മരിക്കുന്നു എന്ന് പറയുന്നു. അത് അന്ധകരണത്തിന്റെ തന്നെ ദോഷങ്ങളാണ്. ആ തത്വജ്ഞാനത്തെ വിസ്മരിക്കുക എന്ന് പറയുന്നു. അപ്പോ അത് മറ്റൊരു ചോദ്യമാണ്. തത്വജ്ഞാനത്തെ വിസ്മരിക്കുന്നുണ്ടോ എന്നുള്ളത്. തത്വജ്ഞാനത്തെ വിസ്മരിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ തത്വജ്ഞാനിയുടെ ഉള്ളിൽ അന്ധകരണത്തിൽ സദാ ഒരു ജ്ഞാനം മാത്രമേ നിൽക്കാവൂ. ഈ പ്രാരബ്ധം നിലനിൽക്കുന്ന കാലത്തോളം സുഷുപ്തി വരെ ഏകജ്ഞാനം, ഒരേ ജ്ഞാനം, അത് തന്നെ നിൽക്കുന്ന. രണ്ടാമതൊരു ജ്ഞാനം വരാൻ പാടില്ല. എന്ന് വെച്ചാൽ വ്യാവഹാരികമായ ജ്ഞാനങ്ങളൊന്നും വരാൻ പാടില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കാണുന്നത്. തത്വജ്ഞാനി നാനാ വിഷയങ്ങളെക്കുറിച്ച് വ്യവഹരിക്കുന്നു. അപ്പൊ ജ്ഞാനപൂർവകമല്ലാതെ വ്യവഹാരം സംഭവിക്കത്തില്ല. അന്നപാനാദി വ്യവഹാരങ്ങളെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ തത്വജ്ഞാനി സദാ സുഷുപ്തിയിലോ അല്ലെങ്കിൽ സമാധിയിലോ ഇരിക്കണം, അങ്ങനെയല്ല. അപ്പോൾ കർമ്മരൂപത്തിലുള്ള വ്യവഹാരം ജ്ഞാനപൂർവകമായി സംഭവിക്കും. അതുകൊണ്ട് തത്വജ്ഞാനിയിലും മറ്റു തരത്തിലുള്ള ജ്ഞാനം ഉണ്ടാകുന്നു മനസ്സിലാക്കും. അപ്പോൾ തത്വജ്ഞാനി ഈ വിസ്മരിക്കുന്നുണ്ടല്ലോ, ഞാൻ മാത്രമല്ലല്ലോ വിസ്മരിക്കുന്നു എന്ന് പറയും. അപ്പോൾ തത്വജ്ഞാനിയിൽ വരുന്ന മറ്റു വ്യാവഹാരികമായ ജ്ഞാനം അതൊരിക്കലും തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? തത്വജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ്? താൻ നിത്യമുക്തനാണ്. എങ്ങനെയൊക്കെയാണോ ശ്രുതി ബോധിപ്പിച്ച ആരോഗ്യം. അപ്പോൾ വ്യാവഹാരിക ജ്ഞാനം എന്താണ്? അന്നപാനാദികളെ കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ ലോകസംഗ്രഹ ചിന്ത. ഇതൊന്നും ഒരിക്കലും ആ സ്വസ്വരൂപജ്ഞാനത്തെ ബാധിക്കുന്ന ചിന്തകളല്ല. ആ സ്വസ്വരൂപത്തെ ബാധിക്കുന്ന ജ്ഞാനം എങ്ങനെ വരണം? ഇപ്പോൾ രജ്ജുവിൽ സർപ്പജ്ഞാനം ഉണ്ടായി. അപ്പോൾ ആ സർപ്പജ്ഞാനത്തെ ബാധിക്കുന്ന എന്താണ്? ഇത് സർപ്പമല്ല, രജ്ജുവാണ് എന്നുള്ള ജ്ഞാനം. അതുപോലെ വിപരീത ജ്ഞാനം മാത്രമേ ഒരു ജ്ഞാനത്തെ ബാധിക്കത്തുള്ളൂ. ഇവിടെ സ്വരൂപജ്ഞാനം, താൻ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നുള്ള ആ ബോധം ഒരു തവണ ആ ഒരു ബോധം പ്രകാശിച്ച അതിന് വിപരീതമായിട്ട് ഞാൻ സച്ചിദാനന്ദ സ്വരൂപനല്ല എന്നൊരു ജ്ഞാനം വന്നാൽ മാത്രമേ ഈ ജ്ഞാനത്തെ ബാധിക്കത്തുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ആ ജ്ഞാനം ബാധരഹിതമായി പ്രകാശിക്കുകയാണ്. എത്ര കാലം? എന്തുകൊണ്ട് ബാധ വരുന്നില്ല? കാരണം തന്റെ സ്വരൂപത്തിന് മാറ്റമില്ല. തന്റെ സ്വരൂപത്തെയാണ് താൻ അറിഞ്ഞത് സച്ചിദാനന്ദമാണ്. ഒരു വസ്തുവിനെ, ഇതിന് പുസ്തകം എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പുസ്തകമായിരിക്കുന്നിടത്തോളം കാലം ഇതിനെ പുസ്തകം എന്നേ അറിയാൻ പറ്റും. മേശയെന്നോ കസേരയെന്നോ അറിയാൻ പറ്റത്തില്ല. അതുപോലെ സ്വസ്വരൂപം അത് നിത്യമുക്തമാണ്, അല്ലെങ്കിൽ സച്ചിദാനന്ദമാണ്, സത്യജ്ഞാനം അനന്തമാണ്. ഏതെല്ലാം തരത്തിൽ ശ്രുതി ബോധിപ്പിക്കുന്നുണ്ടോ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിയാൽ ആ സ്വരൂപത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് അവിടെ വിപരീത ജ്ഞാനം ഉണ്ടാകുന്നില്ല. നേരെ വിരുദ്ധമായൊരു ജ്ഞാനം വന്നിട്ട് ഈ ജ്ഞാനത്തെ ബാധിക്കുന്നില്ല. വ്യവഹാരജ്ഞാനങ്ങളോ അതിന്റെ വിഷയം ഇതല്ല.
വ്യവഹാരജ്ഞാനം വ്യവഹാര വിഷയമാണ്. അതവിടെ സാധക ബാധകമായി ആ ജ്ഞാനം അവിടെ നടക്കും. വ്യവഹാരത്തിലുള്ള ജ്ഞാനമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തത്വജ്ഞാനം, രജ്ജുവിനെ കൊണ്ടായൊക്കെ സർപ്പഭ്രാന്തി ഉണ്ടാകുമോ ചോദിക്കും. കാരണം ഭ്രാന്തിക്ക് കാരണമായിരുന്ന ജ്ഞാനം നശിച്ചില്ലേ. അപ്പൊ പിന്നെ തത്വജ്ഞാനിയാണ്, അയാൾക്ക് പിന്നെ അങ്ങനെ ഒരു ഭ്രാന്തി ഉണ്ടാകുന്നു. തത്വജ്ഞാനിക്ക് ഏത് തരത്തിലുള്ള ജ്ഞാനം ഉണ്ടാകാം, ഭ്രാന്തിയോ യഥാർത്ഥം. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു ജ്ഞാനവും തത്വജ്ഞാനത്തെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തത്വജ്ഞാനിയിൽ വ്യാവഹാരികമായ തലത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വ്യാവഹാരികമായ ജ്ഞാന സംശയ വിപര്യങ്ങൾ വ്യവഹാര വിഷയങ്ങൾ നിലനിന്നാലും അത് തത്വജ്ഞാനത്തിന് വിരുദ്ധമല്ലാത്തതുകൊണ്ട് അതാണ് തത്വജ്ഞാനത്തിന്റെ സ്വരൂപം. അത് തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു ബോധം ഉണ്ടായതിനു ശേഷവും പിന്നെ എന്തുകൊണ്ട് ഒരാളിൽ അജ്ഞാന സംശയങ്ങളെല്ലാം വരുന്നു? വീണ്ടും വരുന്ന അജ്ഞാന സംശയങ്ങൾ പോലും അത് തത്വജ്ഞാനത്തെ ബാധിക്കുന്ന തരത്തിലായിരിക്കില്ല. ഒരാൾ തന്റെ സ്വരൂപം ഇന്നതാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അത് യഥാർത്ഥമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സംശയരൂപത്തിലായിരിക്കരുത്, ഭ്രമാത്മകമായിരിക്കരുത്. അത് ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, തത്വമസി അഹം ബ്രഹ്മാസ്മി ഇങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തെ ബാധിക്കത്തക്ക തരത്തിൽ സംശയ വിപര്യാദികളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. അത് സംഭവിക്കുന്നില്ല. വീണ്ടും സംശയവിപര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്നിൽ ആ ഒരു ബോധം അയാളിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ വിഷയം മറ്റെന്തെങ്കിലും ആയിരിക്കും. മറ്റു വിഷയങ്ങളിൽ അതുണ്ടാകും. അതുകൊണ്ടാണ് വ്യാവഹാരികമായ വിഷയങ്ങളിൽ ജ്ഞാനികൾക്ക്, ആചാര്യന്മാർക്ക് ഭിന്ന ഭിന്ന അഭിപ്രായങ്ങളുണ്ടാകുന്നത്. അല്ലെങ്കിൽ ശങ്കരാചാര്യർ ഇങ്ങനെ വ്യാഖ്യാനിച്ചു, ശിഷ്യൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചു, തത്വജ്ഞാനികൾ ഇങ്ങനെ ഒരു വ്യവഹാരം വരാൻ പാടുണ്ടോ? അത് അസംബന്ധമല്ലേ? അതുകൊണ്ട് തത്വജ്ഞാനി ഞാൻ വിചാരിക്കുന്ന രീതിയിലായിരിക്കണം, എന്റെ നീതിബോധമനുസരിച്ചായിരിക്കും തത്വജ്ഞാനി വിവരിക്കേണ്ടത് എന്ന് ഓരോരുത്തരും പറയും. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. അത് ആ തത്വജ്ഞാനത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അറിവില്ലായ്മ കൊണ്ടാണ്. അല്ലെങ്കിൽ ആ തത്വജ്ഞാനം മറ്റുള്ളവരിൽ ആരോപിച്ചിട്ട് മനസ്സിലാക്കുന്നുകൊണ്ടാണ്. തത്വജ്ഞാനത്തെക്കുറിച്ച് ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്ന ഒരാളിന് മനസ്സിലാകും ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത് തന്നിലുള്ള കാര്യമാണ്. ശ്രുതി എപ്പോഴും ചർച്ച ചെയ്യുന്നത് മറ്റാരുടെയെങ്കിലും കയ്യിലുള്ള തത്വജ്ഞാനത്തെക്കുറിച്ചല്ല. ഒരാൾക്കൊരു തത്വജ്ഞാനം ഉണ്ടായിട്ട് അയാൾ അത് ഒളിച്ചു വയ്ക്കുകയാണ്, അല്ലല്ലോ. ആ തത്വജ്ഞാനത്തെ പ്രകാശിപ്പിക്കുകയാണ്. അതൊരാൾ തത്വജ്ഞാനത്തെ പ്രകാശിപ്പിച്ചാൽ അത് ശ്രവിക്കുന്നവന്റേതായി മാറുന്നത്. നമ്മൾ ശ്രവണത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രവിക്കുന്നവന്റേതാണ് തത്വജ്ഞാനം, പിന്നെ അത് വേറൊരു ഗുരുവിന്റെയോ ഒരു ഋഷിയുടേതോ അല്ല. അപ്പോൾ തന്നിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ മതി. തന്നിൽ എന്താ സംഭവിക്കുന്നത്? മറ്റുള്ളവരെ പഠിച്ചിട്ട് പ്രയോജനമില്ല. അപ്പോൾ മനസ്സിലാവും എവിടെയാണ് ജ്ഞാനത്തിന്റെ നില, എവിടെയാണ് അജ്ഞാന വ്യവഹാരത്തിന്റെ നില. അത് രണ്ടും ഇത് ആരിലും സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ തത്വജ്ഞാനികളല്ലാത്തവരില്ല. ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരുവൻ ആ തത്വജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ് തന്നെ അജ്ഞാനിയെന്ന് കൽപ്പിക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം തത്വജ്ഞാനം വാസ്തവവും അജ്ഞാനം കൽപ്പിതവുമാണ്. അങ്ങനെ കൽപ്പിക്കാം, കാരണം അജ്ഞാനം ഇല്ലാത്തതല്ലേ, കൽപ്പിച്ചാലേ അത് നിലനിൽക്കത്തുള്ളൂ. ഒരാൾ തത്വജ്ഞാനത്തിൽ നിന്നുകൊണ്ട് അജ്ഞാനത്തെ കൽപ്പിക്കും. അല്ല, അജ്ഞാനം വാസ്തവമായിട്ട് എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ?
പാത്രത്തിൽ അഴുക്കിരിക്കുന്നത് പോലെ ആത്മാവിൽ അജ്ഞാനം ഇങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ ഒരു സാധനം. അങ്ങനെ ഒന്നില്ലല്ലോ. ശ്രുതി ബോധിപ്പിക്കുന്ന എന്താണ്? അത് തന്നിലുണ്ടെന്നല്ല ബോധിപ്പിക്കുന്നു, കല്പിതമായിരിക്കുന്നു എന്നാണ്, ഇല്ലെന്നാ ബോധിപ്പിക്കുന്നു. ആത്മാവിൽ അജ്ഞാനത്തിന് 3 കാലത്തിനും നിലയില്ല എന്നാ ബോധിപ്പിക്കുന്നു. അപ്പോൾ അത് ഗ്രഹിക്കുന്നവരുമല്ല, പിന്നെ എങ്ങനെ അജ്ഞാനം നിലനിൽക്കും? നിലനിൽക്കത്തില്ല. പിന്നെ ഈ വ്യവഹാരം, അതിന്റെ സമാധാനമാണ് ഈ പറയുന്നത്, പ്രാരബ്ധം. അങ്ങനെ തത്വജ്ഞാനത്തിന്റെ ശരിയായ നില ആത്മനിഷ്ഠമായി ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രം ഉപദേശിക്കുന്നത്, അല്ല തത്വജ്ഞാനി പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ശരി. ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ